ആരാ? അഡ്വക്കേറ്റ് ഭാസ്കര മേനൻ. ഭാസ്കര മേനൻ? അതെ, ഞാൻ തന്നെ. എവിടുന്ന? ഐ എം വിഷ്ണു. മഹാവിഷ്ണു? അല്ലല്ല, വെറും വിഷ്ണു, ഫ്രം മുംബൈ. ഓ, മുംബൈ. ഇത് മുംബൈ പറയാറുന്നില്ലേ? ഞാൻ കേസ് ജയിച്ച് ഒരു അവിടം വരെ എത്തി. എനിക്ക് അല്ല, ഞാൻ ഒരൊറ്റ സിനിമ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയതുപോലെ. ഇനി ഫീസ് കൂട്ടാം. കൃഷ്ണൻ വരും, അതിന് സംസാരിക്കാം. വിഷ്ണു വരും, അതിന് സംസാരിക്കാം. ഇരിക്കൂ. സത്യത്തിൽ ഞാൻ വളരെ ബിസിയാണ്. കേസുകൾ കിട്ടാറേ ഇല്ല, അല്ല എടുക്കാറില്ല. പിന്നെ നിങ്ങൾ മുംബൈയിൽ നിന്ന് വന്നതായോണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പറയും. എന്താണ് കേസ്? കേസോ? എന്ത് കേസ്? അപ്പൊ കേസിന്റെ കാര്യം പറയാനല്ലേ വന്നത്? പിന്നെന്താ, അങ്ങാടി നിലവർ അറിയാനാണോ ഭാസ്കര വക്കീലിന്റെ അടുത്ത് വന്നത്? അതോ തൃശ്ശൂർ പൂരത്തിന് എത്ര അമിട്ട് പൊട്ടിയെന്ന് അറിയാനോ? എന്താ ഇവിടെ? അമ്മാവൻ എഴുന്നേക്ക തൊഴുക. ആരായത്? അറിയില്ല. അറിയാത്തവർ എന്തിനാ വീട്ടിനകത്ത് കയറ്റിയിരുത്തിയത്? കയറ്റിയതല്ല, കയറി ഇരുന്ന. എന്താ? ഞാൻ ചന്ദ്രമോഹൻ മേനോനെ കാണാൻ വന്നതാ. അയാൾ ഇവിടെ ഇല്ല. എന്നോട് വീട്ടിൽ വരാനാ പറഞ്ഞത്. ഒരു വീട്ടിൽ കയറി വരുന്നതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. തന്റെ കാല കിടക്കുന്ന സാധനം അഴിച്ചു വെക്കാൻ പറ്റില്ലേ? കർണന്റെ കവചകുണ്ടലം പോലെ ജന്മനാ കിട്ടിയതാവും. ഇത് പുറത്തങ്ങനെ അഴിച്ചു വെച്ചൂടെ? ഇതങ്ങനെ കണ്ടിടത്തെല്ലാം അഴിച്ചിടാൻ പറ്റില്ല. കോസ്റ്റ്ലിയാ. ഇറ്റാലിയൻ. വല്ല നായ മറ്റേ കടിച്ചോണ്ട് പോയാൽ നിങ്ങൾ സമാധാനം പറയും. ഇവിടെ നായ്ക്കളില്ല. അപ്പൊ കുറയ്ക്കുന്നതോ? ഓ, അമ്മാവനാണോ ഇവിടുത്തെ കാര്യസ്ഥൻ? ഭാസ്കര, മരം പോലെ നിൽക്കാതെ പിടിച്ച് പുറത്താക്കടാ ഇവരെ. എഴുന്നേക്കടാ. ഇതെന്റെ ഫ്രണ്ടിന്റെ മകനാ വിഷ്ണു. ഏത് ബ്രഹ്മാവിന്റെ മകനായാലും അമ്മാവൻ ഇറക്കി വിടാൻ പറഞ്ഞാൽ എനിക്ക് ഇറക്കി വിട്ടേ പറ്റൂ. ഞാൻ അമ്മാവനോട് പറഞ്ഞ് മനസ്സിലാക്കി. വിത്ത് യുവർ ഗ്യാരണ്ടി ഞാൻ പിടിവിടുന്നു. നീ വാ. നീ പോകാൻ പറ്റേ? വീശുവോ? എന്തേ പയ്യന? അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ ഇതുപോലൊരാളുടെ ആവശ്യം എന്താ? കുറച്ച് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യിക്കാനാ ഇയാളെ വിളിച്ചത്. ഞാൻ നാളെ ദുബായിക്ക് പോകുന്നത് അതിന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്യിക്കാൻ കൂടിയാ. പിന്നെ അയാളെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ താമസിപ്പിക്കുന്നതുകൊണ്ട്. ഇവിടെ താമസിക്കാനോ? ഏയ്, അത് ശരിയാവില്ല. പുറത്ത് ഹോട്ടലുണ്ടല്ലോ, അതുപോലെ. അതല്ല, ഞാൻ ബോംബെ പോകുമ്പോ ഇവരെ വീട്ടിലെ താമസിക്കാറ്. അപ്പോ അവരിവിടെ വരുമ്പോ, അല്ല, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് എങ്ങനെയാ ഹോട്ടലില്? ഓ, അമ്മാവൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നക്കാരനല്ല. താനിങ്ങനെ പറയുമ്പം. എന്താ അയാളുടെ പേര്? വിഷ്ണു. ആ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് തീരെ അനുസരണയില്ല. അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാൻ പറയണം. ഉവ്വ്. 7 പൈന്റും കൂടിയും പോവും. ഓ, നേരം വെളുത്തപ്പോ തന്നെ തുടങ്ങിയോ? നിങ്ങൾ ഈ അടുക്കളയിൽ ചുറ്റി കളിച്ച് നിന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? ആനയ്ക്ക് അതിന്റെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലാണ് നിന്റെ കാര്യം. എടേ, ഒരു വീടിന്റെ സ്ഥിരാകേന്ദ്രം അടുക്കളയാണ്. ഇവിടെ നിന്നാണ് എല്ലാം രൂപപ്പെട്ടു വരുന്നത്. ഏത് നേരവും തീറ്റയുടെയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ആ കാര്യം എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടെ നീ ഞാനും അല്ലാതെ ഗൂഢാലോചന നടത്താൻ കഴിവുള്ളവർ മറ്റാരാ ഉള്ളത്? അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ ആ പിള്ളേന്റെ സമ്മതക്കാരനാണോ? നിങ്ങളുടെ അളിയനും പെങ്ങളും കൂടി എന്തൊക്കെയോ കളികൾ കളിക്കാനുള്ള ഒരുക്കത്തിലാന്ന് എനിക്ക് തോന്നുന്നേ. മനസ്സിലായില്ല. ഇപ്പൊ ബോംബെന്ന് പുതിയതായി ഇറക്കുമതി ചെയ്തിട്ടില്ലേ ഒരു അവതാരത്തെ? അവന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. നിനക്കെങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവായിരിക്കില്ല. ഞാൻ അതിനെ പൊളിച്ചെടുക്കും. എങ്ങോട്ടായത്? പൊളിച്ചെടുക്കാൻ. കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഒന്ന് നിർത്ത്. ആദ്യം അവന് നമ്മുടെ നിരീക്ഷണ വലയത്തിൽ നിർത്തണം. അതായത് അവന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന്. ഒരു കണ്ണല്ല, എന്റെ 2 കണ്ണും ഞാൻ അവന് കൊടുക്കും. ഞാനൊരു ദൗത്യം ഏറ്റെടുത്താൽ എന്റെ അന്ത്യം, സോറി, അതിന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇത് സത്യം, സത്യം, സത്യം. തിരുപ്പൂരും കോയമ്പത്തൂരുമാണ് നമ്മുടെ മില്ലുകൾ. അവിടുത്തെ പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നായിട്ടാണ് ചെയ്യുന്നത്. 42 വർഷം മുമ്പ് ഒരു ചെറിയ യൂണിറ്റ് ആയിട്ടാണ് മേനോൻ സാർ ഇത് തുടങ്ങിയത്. അന്ന് ഞാനടക്കം ആകെ 5 ജോലിക്കാർ മാത്രം.
അവിടുന്ന് ഇന്നത്തെ നിലയിലേക്ക് ഇത് വളർത്തിയതിന്റെ പിന്നിൽ ആ മനുഷ്യന്റെ പ്രയത്നം കുറച്ചൊന്നും അല്ലുള്ളത്. അങ്കിൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാധ്യതല്ലേ? നോ, കാൾ മീ വിഷ്ണു. അങ്ങനെ ഇത് പിടിച്ചേ. അത് മിഠായല്ല വിട. എന്താ കൺമശിയുടെ മൂട്? കൃഷ്ണന് മാല ചേർത്തല്ലേ? മുരുകണ്ണം വന്ന സമയം കൊള്ളാം. കൺമശിക്കുള്ള സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നോ? പിന്നെ അത് കൊടുക്കാനല്ലേ ഞാൻ വന്നത്. എന്താണ് സ്പെഷ്യൽ സാധനം? സ്വർണ്ണക്കൊലിസ്. പിന്നെ എനിക്ക് നിങ്ങൾ ഒരു സഹായം ചെയ്യണം. എന്താ? ഇത് എനിക്ക് തന്നെ കൺമശിയുടെ കാലിൽ കെട്ടണം. നടക്കില്ല. അയ്യടാ, അങ്ങനെ ജോലി ചെയ്തിട്ട് കൂലി മേടിച്ചാ മതിട്ടാ. അങ്ങനെ കേട്ടാ മക്കളെ. ആ കാലം നീട്ടിയേ. കാലോ? എന്തിനാ? മുരുകണ്ണൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാല് നീട്ടുന്നത് എന്തിനാ? കൈ നീട്ടിയാ പോരെ? പക്ഷെ ഈ സാധനം വാങ്ങണമെങ്കിൽ കൈ പോരാ, കാല് തന്നെ നീട്ടണം. കൺമശി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിനക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നല്ലോ. അതാ നോക്ക്. അയ്യോ, എനിക്ക് വേണ്ടത്. മുരുകണ്ണ, എന്റെ ആളി കെട്ടിക്കോ. അല്ലേ, പാഴാദ്രി. നാട്ടിയാ? ഓ, പെണ്ണിന്റെ ഒരു വീട് കണ്ടില്ലേ? കൺമശി, മരയ്ക്ക് വാങ്ങി. മുരുകണ്ണ സ്നേഹത്തിന്റെ ഒരു സാധനം തരുമ്പോ അത് വേണ്ടെന്ന് പറയരുത്. മുരുകണ്ണ, അത് കാലിൽ കെട്ടിക്കൊടുത്തേ. അങ്ങനെ ഇപ്പൊ വേണ്ട. ഈ പയ്യൻ ഇത് നിന്റെ കാലിട്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഗർഭമൊന്നും ഉണ്ടാകാൻ പോണല്ലോ. കൺമശി, ആ കാലൊന്നും നീട്ട്. സ്നേഹം കൊണ്ടല്ലേ കൺമശി.